അങ്ങനെ റൈഫിൾ ക്ലബ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. വെടിയും പോക്കിയും അതായത് ഈ ക്രിസ്മസ് ബ്ലഡ് ബാത്ത് ആയിരിക്കും. ചോരയിൽ കുളിച്ച ഒരു ക്രിസ്മസ് ആണ് മലയാളികൾക്ക് കിട്ടാൻ പോണെന്നുള്ളതിന്റെ തുടക്കം മനസ്സിലായിരിക്കുകയാണ്. സാമ്പിളാണ് ഇത്, സാമ്പിൾ വെടിക്കെട്ടാണ്. കാരണം മാർക്കോ നാളെയാണ് ദ മോസ്റ്റ് വയലന്റ് മൂവി മലയാളം എന്നാണ് അവരെന്നെ ക്ലെയിം ചെയ്യുന്നത്. ഇതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കമ്മിങ് ടു ദ റൈഫിൾ ക്ലബ് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പടത്തിന്റെ മേക്കിംഗ് ഇഷ്ടമായി. ഓക്കെ, ഞാൻ എടുത്ത് പറയുന്നു, പ്രത്യേകിച്ച് ഒരു കഥയും പതിഞ്ചൊല്ലൊന്നും ഇല്ല, അതൊന്നുമില്ല. ആഷിഖ് കപൂറിന് നല്ല മേക്കിങ്ങില് ഒരു അമൽനീര ടച്ചിലൊരു സാധനം എടുക്കണം തോന്നി അല്ലേ? അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം ആഷിഖ് കപൂർ എടുത്തു വെച്ചു. അത് നല്ല വൃത്തിക്ക് എടുത്തു എന്നാണ് പറയാനുള്ളത്. അത് എവിടെയും മോശമായില്ല. പടത്തിന്റെ മേക്കിംഗ്, ഇതിന്റെ ഒരു മേക്കിങ്ങിന്റെ ക്ലാസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര, ആ സ്വാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ? നുറുങ്ങ് തമാശകളുണ്ട് വെറുപ്പിക്കാത്തത്. അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കുറച്ച് ഡബിൾ മീനിങ് സാധനങ്ങൾ അടിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഓക്കെയാണ്. അതിലൊന്നും നമുക്ക് എവിടെയും ഒന്നും പറയാനില്ല. ഡയലോഗുകളിൽ ചില ഡയലോഗുകൾ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ദ മൂവി OTT-ലൊക്കെ വരുന്ന സമയത്ത് റീൽസിലൊക്കെ കുറെ മാസ സാധനങ്ങളായിട്ടും പിന്നീട് ഇടാൻ പറ്റിയ കുറച്ച് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അത് OTT ഇറങ്ങുന്ന സമയത്ത് എന്താണെങ്കിലും അത് കത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ആഷിഖ് കപൂറിന്റെ ഡിറക്ഷൻ ആൻഡ് ഈ ഒരു ആ ഒരു ടെക്നിക്കൽ സാധനങ്ങൾ അത് സ്പോട്ട് ഓൺ ആണ് ഇതിൽ പറയാനുള്ളത്. കാരണം ആകെ മൊത്തം വെടിയും പോകുകയാണ്. റൈഫിൾ ക്ലബിനെ മാത്രം മുന്നോട്ട് പോകുന്ന കഥയാണ്. സിമ്പിൾ ലൈനാണ്. 2 ക്യാരക്ടറിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റ് ഒരു സ്ഥലത്തേക്ക് എത്തുന്നു, ദാറ്റ് ഈസ് റൈഫിൾ ക്ലബ്. പിന്നെ അവിടെ നടക്കുന്ന വെടിയും പോകും. ഇത്രയേ ഉള്ളൂ പരിപാടി. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു അത്ര വലിയ ഹെവി സാധനങ്ങളൊന്നും ഇനിയിപ്പോ എന്ത് സംഭവിക്കുന്നു അങ്ങനൊന്നുമില്ല. വരുന്നു പോകുന്നു. മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കയറി കാണാം. ആൻഡ് എവിടെയും ഇതിന്റെ BGMO ബാക്ക്ഗ്രൗണ്ട് സ്കോറോ നമ്മളെ വെറുപ്പിച്ചിട്ടില്ല. എനിക്ക് ചില സമയത്ത് അതൊക്കെ ഭയങ്കര ക്ലാസ് ആയിട്ട് തോന്നിയത്. ചില സാധനങ്ങൾ നമുക്ക് ഭയങ്കര രസമായിട്ട്, ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനുരാഗ് കശ്യപിനൊക്കെ കൊടുത്ത സാധനങ്ങളൊക്കെ ഭയങ്കര എനിക്ക് കാട്ടുന്നുള്ള സാധനം ഇഷ്ടമായി. കാട്ടുന്നുള്ള ആ ഒരു മ്യൂസിക്കും സീനുകളും അല്ലേ, നൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല ക്രിസ്റ്റൽ സാധനങ്ങൾ അല്ലേ, ക്ലീൻ സാധനങ്ങളായിരുന്നു. ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ത്രില്ലടിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വെച്ചാൽ പടം കഴിഞ്ഞു പോയിട്ട് നമ്മള് മോനെ ആ സിനി അങ്ങനെ ആലോചിച്ചിരിക്കാനുള്ള സാധനങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ പടം കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ചില ആളുകൾ കിട്ടും. അപ്പൊ ഞാൻ പറയാ, എനിക്ക് ഈ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 1991-92 ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടിരുന്നു. എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ കുറച്ച് തുടക്കമൊക്കെ അതിഭീകര ക്രിഞ്ച് സ്ലോ അടിക്കുന്നവരുണ്ടാവും. കാരണം അതിനുള്ള ഒരു എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. കാരണം അപ്പൊ ആ പോർഷൻസിലൊന്നും BGM ഒന്നും അധികം ഇല്ല. കുറച്ചൊരു സ്ലോ പേസിൽ ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ പോകുന്നു. വില്ലന്റെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ വില്ലന്റെ ബാക്കിയുള്ളവരുടെ ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ലോ പേസിലാണ് തുടങ്ങി പോകുന്നത്. അപ്പൊ ആ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ചിലക്ക് ലാഗ് അടിക്കാം. പക്ഷെ സ്റ്റിൽ നമ്മളെ സാധാരണ ഒരു മലയാള സിനിമയിൽ നമ്മൾ ഉണ്ടാവുന്ന ഒരു പാറ്റേൺ ഒന്നും അല്ല ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മളെ മറ്റേ സിനിമ ഉണ്ടല്ലോ ഡബിൾ ബാരല്, അതുപോലത്തെ ഒരു സാധനമാണ്. എന്താണെങ്കിലും അനുരാഗ് കശ്യപ്, എടുത്തു പറയാനുള്ളത് അനുരാഗ് കശ്യപാണ്. അനുരാഗ് കശ്യപ് മാൻ മലയാളം ഹിന്ദി ആയിട്ടുള്ള സാങ്കരന് ഡബ് ചെയ്ത് രസം അല്ലേ, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഭയങ്കര സാധനങ്ങൾ. കാരണം ഒരു സൈക്കോ വില്ലൻ അല്ലെങ്കിൽ ഒരു റൂഡ് തന്ത എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ പട്ടിയാക്കുന്ന തന്ത. എനിക്ക് ഇതിലെന്താ പറയാ, നമ്മളെ റംസാന് നല്ലൊരു റംസാന് ഞാൻ പറയുമ്പോ മലയാളത്തില് ഈ ഐറ്റം ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി കൊടുന്ന് മാത്രം ഇട്ടിട്ട് മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് റംസാനെ കുറച്ചും കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റംസാൻ കിടനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. നല്ല ബോഡി ഉണ്ട്, നല്ല ഫിസിക് ഉണ്ട്, നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഫൈറ്റ് നന്നായി ചെയ്യാൻ പറ്റും. നമ്മള് ഈ പടത്തിൽ ആള് പ്രൂവ് ചെയ്തത് ഈ ഫൈറ്റും പറ്റും. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് റംസാന്. ഡാൻസും കളിക്കുക, എല്ലാം ഒരു ഹീറോ എലമെന്റ്, ഒരു ഹീറോ റൊമാൻസും പറ്റും, മാസും പറ്റും. കുറച്ചൊക്കെ റൂഡ് സാധനങ്ങളും മുഖത്ത് വരുന്നുണ്ട്. സോ റംസാനെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലെ. റംസാനെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ നമ്മുടെ ഹനുമാൻ കൈൻഡ്, എന്ത് പറയാൻ, ഹനുമാൻ കൈൻഡിന്റെ ഇംഗ്ലീഷ് വരുന്ന പോർഷൻസ് വാസ് ലൈക്ക് ബ്ലിസ് മാൻ. ഒന്നും പറയാനില്ല. ദ വേ ഹി ആ ഒരു ആക്സെന്റ് പ്രസന്റ് ചെയ്യുന്ന രീതി അല്ലേ, അത് കറക്റ്റാണ്. ആ സാധനത്തിന് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഗാങ്സ്റ്ററിന് ആ സാധനം പക്കയായിരുന്നു. ആൻഡ് ചില സാധനങ്ങൾ സ്വാഗ് സാധനങ്ങൾ അതൊക്കെ
അല്ലെ മലയാളത്തിലൊരു എണ്ണാവുന്ന വില്ലന്മാരും അപ്പുറത്തെ സൈഡില് കുറച്ച് ഒരു വില്ലത്തികളും ആ ക്ലബിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരേപോലത്തെ റോൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള രസം. ഇപ്പൊ ഒരു സീനിയർ ആണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ, ഏറ്റവും ജൂനിയർ ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമയില് എല്ലാവർക്കും ഒരേ വേഷം, എല്ലാവർക്കും വേണ്ട സാധനം പോയിന്റ്സ്, എല്ലാവർക്കും എല്ലാവരുമായിട്ടുള്ള സാധനങ്ങൾ. അതായത് ഇവര് കഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ കഥ വലിച്ചു നീട്ടി കൊണ്ടുപോയില്ല. സ്ട്രെയിറ്റ് അവേ ഫസ്റ്റ് ഹാഫ് തീർത്തിട്ട് സെക്കൻഡ് ഹാഫിൽ പരിപാടികളൊന്നും ഓണാക്കി വെച്ചു. അതായത് ക്ലൈമാക്സിന്റെ തുടക്കം തന്നെ സെക്കൻഡ് ഹാഫിന്റെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ക്ലൈമാക്സ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ നടക്കുകയാണ് അവിടെ. ഓക്കെ, പിന്നെ വിജയരാഘവൻ അറിയാലോ, ആസ് യൂഷ്വൽ അയാൾക്ക് ആ ഒരു കോൾഡ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിൽ പിടിച്ചിരിക്കും. അതിൽ തന്നെ പിടിച്ചിരുന്നു. ദിലീഷ് സംഭവം അയാളെ സമ്മതിക്കണം, അയാൾ ആ ചെയറിൽ ഇരുന്നിട്ട് അയാള് അടിപൊളിയാക്കി സംഭവം എന്താണോ അയാള് ചെയ്യേണ്ടത് അത് അയാൾ ചെയ്തു. പിന്നെ ദിലീഷ് പോത്തൻ, ഓൾവേസ് ദിലീഷ് പോത്തൻ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ദിലീഷ് പോത്തൻ്റെതായിട്ടുള്ള കുറച്ച് കോമഡി എലമെന്റുകളും കുറച്ച് മറ്റേ ഡബിൾ ഡയലോഗുകളും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഫഹദിനെ കൊണ്ട് പറഞ്ഞ വില്ലത്തരത്തിലുള്ള ഒരു ചിരിയും അല്ലാതെ കോമഡിയിലൊരു ചിരിയും ഒക്കെ അയാളെ ചിരി തന്നെ എല്ലാം ഉണ്ട്. അങ്ങനെ ദിലീഷ് പോത്തനും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീഷ് പോത്തനും ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മളെ കൺവിൻസിങ് സ്റ്റാർ, ശരിക്കും ഇതില് അനുരാഗ് കശ്യപാണ് കൺവിൻസിങ് സ്റ്റാർ. തന്നെയാണ് കൺവിൻസ് ചെയ്ത് മക്കളെ കൺവിൻസ് ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റിലേക്ക് അത് എനിക്ക് ശേഷം ഇതായി. കാരണം അത് സിനിമ ബിൽഡായി വന്ന സമയത്ത് ഇയാൾ കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് ഇയാൾക്ക് ഡയലോഗുകൾ ഇട്ട പോലെ എനിക്ക് കയ്യടി കിട്ടുന്ന ചെയ്തതായിരിക്കും. അതെ, അതിനോട് എനിക്ക് താല്പര്യം. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കേണ്ട ഒരാളും അല്ല അയാളൊക്കെ വേറെ മുതലുകളാണ്. പിന്നെ വാണി വിശ്വനാഥ്, വാണി വിശ്വനാഥ്, സുരഭി ലക്ഷ്മി, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ ഈ മൂവി. എനിക്ക് സുരഭി ലക്ഷ്മിന്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട്. അതിൽ ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുള്ള തിരിഞ്ഞു നോക്കുന്ന സാധനം മറ്റത് അതിന് ആ കിട്ടിയവർ അതേപോലെ തന്നെ അവരാ വെടിവെച്ച് കൊന്നിട്ട് അവരാ ഒരു എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെയൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഭയങ്കര അടിപൊളി. ഇങ്ങനത്തെ സിനിമകളിൽ സുരഭി ലക്ഷ്മിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സുരഭി ലക്ഷ്മി ഒക്കെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാവർക്കും. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് രശ്മിക്കൊന്നും വേണ്ട പോലെ മലയാള സിനിമ ഉപയോഗിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ദേശീയവാദ നടിയല്ലേ റീസെന്റ് മറ്റേ നമ്മളെ ഇയാളത് ടൊവിനോന്റെ കിള്ളാണല്ലേ. പിന്നെ വിനീതും തരക്കെടില്ലാത്ത സംഭവങ്ങളുള്ളൂ. ഉണ്ണിമായ അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ പറയാലോ എനിക്ക് പടം കൺവിൻസിംഗ് ആണ്. നമ്മളെ പഴയ മംഗലശ്ശേരിന്റെ രാമു തന്നെയാണ് അങ്ങനെ പേര്, പറയാൻ പാടില്ല. അപ്പോ എന്താണെങ്കിലും പടം ഒരു ഹോൾ ഇൻ ഓൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു എന്താ പറയാ കഥയോ ലോജിക്കോ സാധനങ്ങളോ ഒന്നും പിടിച്ച് ഇതിനകത്തിരിക്കരുത്. അത് പൊതിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കാണാൻ പറ്റില്ല. ഈ സിനിമയ്ക്കകത്ത് മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഈ ഒരു പടത്തിന്റെ ആ പ്രസന്റ് ചെയ്യുന്ന രീതി വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ അല്ല ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒരു വെറൈറ്റി സാധനം തോന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള സാധനം ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതിന് മുന്നുള്ള പല സിനിമകളൊക്കെ കണ്ടൊരു സാധനം തന്നെയാണ്. ആദ്യമായിട്ട് ഈ ഒരു സിനിമയിൽ കാണുക അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യത്യസ്തമായ സാധനം സ്ഥിരമായിട്ടുള്ള ഒരു ഭാഷ പറഞ്ഞിട്ട് വ്യത്യസ്തമായ ഒരു സാധനം കാണാമെന്ന് വിചാരിച്ചാൽ അതൊന്നുമില്ല. പക്ഷെ സംഗതി കൊള്ളാം എന്നുള്ളൊരു ഫീലിംഗിലുള്ള ഒരു പടം. എനിക്ക് എന്തായാലും ഒരു മൂഡ് പടമാണ്. ഇതൊരു 100 മൂഡാണ് അല്ലേ? 100 മൂഡാണ്. അത് എന്തുകൊണ്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പിടിക്കോ അങ്ങനെ കൊറേ സാധനം ഉണ്ടോ ഇതിനകത്ത്. ഈ വാണിവിശ്വനാഥിന്റെ മറ്റേ സീൻ ചീറി ഏതറിയോ? തിയേറ്ററിൽ അതിൽ കുറച്ച് വാണിവിശ്വനാഥിന്റെ 1-2 സാധനങ്ങളുണ്ട്. നല്ല വാണിവിശ്വനാഥ് മാത്രല്ല തോക്കിന്റെ മറ്റേ ഇത് തുറക്കുന്ന സമയത്ത് അതായത് വില്ലന്മാരാ ക്ലബിൽ ഡയലോഗ് ഉണ്ട്, ഉണ്ടി വേടി കുറച്ച് സാധനമുണ്ട്. അതേപോലെ തന്നെ ആ ക്ലബിക്ക് അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് വില്ലന്മാർ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്ന സാധനം അതും അടിപൊളിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുന്നുണ്ടല്ലോ. അപ്പോ എനിക്ക് അതിന്റെ ഒരു ടോണും ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെ. മറ്റേ പടത്തിന് അവര് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക തരം ടോണുണ്ട്. ആ ടോണും ഭയങ്കര ഫോറസ്റ്റിന് ചേർന്നൊരു സാധനം തന്നെ. ആ കാട്ടിലാണ് ഒരു ക്ലബ് ഇരിക്കുന്നത്. ആ കാട് നമുക്ക് ഫീൽ ചെയ്യണ്ട ബീജിയം കൊണ്ട്. മാത്രല്ല കാടും അത്ര മോശമല്ല. അത് ശ്രദ്ധിച്ചോ നിങ്ങള്? കാടിന്റെ സീൻസ് ആണെന്നുണ്ടെങ്കിലും അത്ര ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയോ? നൈറ്റ് ഷോട്ട്സ് ഒക്കെ അല്ല അത് നന്നായിട്ടുണ്ട്. സീനുകളും അതേ പറഞ്ഞത് കാടും കാടിന്റെ സംഭവങ്ങളൊക്കെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കോടികൾ മുടക്കി എടുത്ത ചില പടത്തിനകത്തൊക്കെ കാടും സീനുകളും കാണിക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ കാട് ഫുള്ളൊന്നും കാട്ടിയില്ല. കുറച്ച് സൈഡാണ്. ചിലപ്പോൾ അത് കാടൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണിച്ചത് നമുക്ക് നന്നായിട്ട് കാടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന സാധനം കാണിച്ചിട്ടുള്ളത്. അങ്ങനത്തെ മൊത്തത്തിൽ കാടിന്റെ ആംബിയൻസിലും നൈറ്റിന്റെ ആംബിയൻസിലും വരുന്ന സീനുകളും ഭയങ്കരമായിട്ട് രസമുണ്ടായിരുന്നു. സോ ഹോൾ ഇൻ ഓൾ നിങ്ങൾക്ക് ക്രിസ്മസിന് അടി ഇടി വെടി പോകാം
കാണണമെന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് കാണാം. എനിക്ക് എവിടെയോ ഈ സിനിമ ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഒരു ചാവേർ ടച്ച് കിട്ടിയത്. ചാവേറിന്റെ ഒരു പടത്തിന്റെ പേരാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അത് ആരും അഭിനയിച്ചത് പേരും കിട്ടില്ല. പക്ഷെ ഇത് നമ്മളിപ്പോ പറയുമ്പോ പോലും ഒരു സൈഡിലെ സാധനങ്ങൾ അതിന്റെ കുറെ സാധനങ്ങൾ നമുക്ക് ആ ടച്ച് മാത്രമല്ല ആ സാധനങ്ങൾ കുറെ ഇതിലിങ്ങനെ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പലതും. ചാവേർ വാസ് എ മോഡേൺ തിങ്. ഇത് കുറച്ചും കൂടി ഒരു അതിന്റെ ലാസ്റ്റ് ആ സീനുകളൊക്കെ ശരിക്കും അതേപോലെ തന്നെ ഇപ്പൊ വരുന്ന ആ സീനുകളും എല്ലാം നമുക്ക് സാധനങ്ങളുണ്ട്. എനിക്ക് മേക്കിംഗ് വീണ്ടും എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ പല പടത്തിലും ഇടി അടി വെടി പുകയും വെടിവെപ്പും കണ്ടിട്ടുണ്ട്. കർട്ടന്റെ മുകളിൽ വെടിയുണ്ട പോയിട്ട് അത് ഡബിൾ ബാരലിന് പോകുന്ന ഉണ്ട പോയിട്ട് ആ ഉണ്ട തുളഞ്ഞ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കത്തിയിട്ട് തീ മറ്റേ പുക വരുന്ന ഒരു സാധനവും വാതിലിന്റെ മുകളിൽ ഇത്ര ഇടി ഇടി വെടി നടക്കുമ്പോൾ ഒരു പൂമ്പാറ്റ എനിക്കുണ്ട്. അതൊക്കെ ഭയങ്കര അതാണ് പെർഫെക്ഷൻ ആണ്, ഡീറ്റെയിലിംഗ് ആൻഡ് പെർഫെക്ഷൻ ആണത്. ഇതാണെങ്കിലും എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി, എനിക്ക് വർക്കായി. ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് എല്ലാവർക്കും വർക്കാവൂല, വർക്കാവാനുള്ള ഒരു ചാൻസ് ഇല്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും പടം കണ്ടപ്പോ ഇവന് ഭയങ്കരമായി ഇഷ്ടമായി. എനിക്ക് ഓക്കെയാണ്, അങ്ങനെ എനിക്ക് തോന്നിയത്. കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എങ്ങനെ നടക്കണ ഒരു അത് ഞാൻ അങ്ങനെ ചിന്തിച്ചു. സത്യത്തിൽ പടം കണ്ടപ്പോ ഇതൊന്നും ഇപ്പൊ എവിടെ നടക്കാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയല്ല. എന്നാൽ പോലും ഓക്കെ, കുഴപ്പമില്ല, നമുക്കൊരു സിനിമയല്ലേ, അപ്പൊ കഥയ്ക്ക് വേണ്ടി അങ്ങനെ സംഭവിക്കുള്ളൂ. ഓക്കെ, അത്ര എനിക്ക് തോന്നിയുള്ളൂ. ഞങ്ങൾക്ക് തന്നെ വണ്ടിയിൽ 2 മൂഡാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് മീഡിയം ആവറേജ് ആവറേജ് പറ്റ മോശം എന്നൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. മോശമായിട്ട് തോന്നുന്നവരുണ്ടാവും. അതെ, അങ്ങനെ ചിന്തിക്കുന്നവര് ഈ സിനിമ ചോദിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അതിന് മാത്രം ഇതിനാണ് ഈ സിനിമ എന്നൊന്നും പറഞ്ഞ് കാണിച്ചു തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പഠിച്ച് കഴിവ് തെളിയിക്കാനാണോ ഈ പടം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിനിമയാണ് മേക്കിംഗ്. കാരണം അങ്ങനെ ചോദിക്കുന്നവർക്കും അതുപോലെ ഈ പടം നല്ല അടിപൊളി എന്ന് പറയുന്നവർക്കും രണ്ടുപേർക്കും ഒരേ പ്രാധാന്യമുള്ള പടമാണിത്. അതെ. അപ്പൊ എന്താണെങ്കിലും കയറി കാണുക അല്ലെ, തിയേറ്റേഴ്സിൽ കയറി കാണുക. ഫെസ്റ്റിവൽ ടൈം ആണ്, ആ ഒരു മൂഡ്, 100 മൂഡ്. എന്തായാലും പടം കാണരുത് എന്ന് പറയാൻ മാത്രം മോശപ്പെട്ട പടം അല്ല. എന്താണെങ്കിലും പടം കയറി കാണും, ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളൊരു 100 മൂഡ് കൊള്ളാം. എനിക്ക് 100% ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും എനിക്കും ഞാനും എൻജോയ് ചെയ്തു. വെടി വെക്കാം, ഡബിൾ മീനിങ്. അതെ.